വെൽക്കം ബാക്ക് ടു ആൻ ഓൾ ന്യൂ എപ്പിസോഡ് ഓഫ് ഓൾ തിങ്സ് കൺസിഡേർഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടാറ്റയുടെ കേർവ് EV ആണ്. എനിക്കറിയാം നമ്മൾ വീഡിയോ എടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയൊരു മോഡൽ തന്നെയാണ് കേർവ് EV. നമ്മുടെ വീഡിയോസിൻ്റെ കമൻസിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കേർവിൻ്റെ വീഡിയോ എവിടെ? നിങ്ങളുടെ ഒരു രീതിയിൽ കേർവിൻ്റെ ഒരു വീഡിയോ കൂടെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. കുറേ പേര് എടുക്കാൻ നിൽക്കുന്നവരുണ്ട്. അപ്പം ഉള്ളുകൊണ്ട് സത്യം പറഞ്ഞ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു അഭിപ്രായം കൂടെ കൺസിഡർ ചെയ്തിട്ട് വാഹനം എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഏതായാലും ഇവൻ്റെ വീഡിയോ എടുത്ത് കളയാമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇന്ന് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കയറി ഇറങ്ങി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. 2024 ഓഗസ്റ്റിലാണ് ടാറ്റ ആദ്യമായിട്ട് കേർവ് EVനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് കൂപ്പെ SUV, ഇലക്ട്രിക് കൂപ്പെ SUV എന്നൊക്കെ പറഞ്ഞ ബഹുമതിയൊക്കെ ആയിട്ട് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മഹീന്ദ്ര ഇങ്ങനെ ഇടുത്തി പോലെ BE6 XEV9 കൊണ്ട് ഇതിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്തത്. അതോടുകൂടെ കേർവിൻ്റെ ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് ആ ഒരു സംഭവം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇവന് അതിനുശേഷം അധികം ശ്രദ്ധ കിട്ടാതെ പോയത്. പക്ഷേ സ്ലോ ആയിട്ട് ഒരു സൈഡിൽ കൂടെ കേർവിന് ഒരു ഫേവറേറ്റ് ഓഡിയൻസ് ഉണ്ടാവുകയും കേർവിന് അവൻ്റേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിനി കേർവിൻ്റെ ഫ്രണ്ട് എൻ്റെ ഡിസൈനിങ് തുടങ്ങാം. ഇങ്ങനെ ഹെഡ് ഓൺ നമ്മൾ നോക്കിയാൽ ഇത് നെക്സോൺ തന്നെയാണ്. ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ചാർജിങ് പോർട്ട് ഒഴിച്ച് നോക്കിയാൽ കേർവ് EV എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്രണ്ടിൽ നിന്നും ഒരു സൈഡിലെ 2 ക്വാർട്ടേഴ്സും നെക്സോൺ EV തന്നെയാണ്. ഡിസൈനിൽ വളരെ വളരെ സിമിലറാണ്. നമുക്കിവൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിലായിട്ട് ഇവിടെ ഇങ്ങനൊരു ഫുൾ ലെങ്ത് LED ലൈറ്റ് ബാർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് നമുക്ക് കാണാം. അതിന് താഴെയായിട്ട് ഒരു ഐസ് ക്യൂബ് ഷേപ്പിലുള്ള ഫോഗ് ലാമ്പും നമുക്ക് കാണാം. ഈ ഫോഗ് ലാമ്പിന് കോർണറിങ് ഫംഗ്ഷനും ഉണ്ട് കേട്ടോ. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഫങ്ഷണലായിട്ടുള്ള എയർ കർട്ടൻ ടാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേർവ് EVക്ക് ഫ്രണ്ടിൽ 1, 2 അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ടാണ് ഫ്രണ്ടിലെ 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ യൂണിറ്റ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അഡാസ് ലെവൽ 2ൻ്റെ 20 ഫീച്ചേഴ്സ് ഉള്ളൊരു വെഹിക്കിൾ തന്നെയാണ് ടാറ്റ കേർവ് EV. അവിടെ വിൻഷീൽഡിന് മുകളിലായിട്ട് നമുക്ക് ലെയിൻ വാച്ച് ക്യാമറ അങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ കാണാം. പിന്നെ ഈ ഒരു കണക്റ്റഡ് LED ലൈറ്റ് ബാറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ വെഹിക്കിൾ അൺലോക്ക് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു ആനിമേഷൻ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വെഹിക്കിൾ ചാർജിനിടുമ്പോൾ ഈ ബാറ്ററി എത്ര ശതമാനം കയറിയെന്ന് നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ തരാൻ വേണ്ടിയിട്ട് ഇത്ര ശതമാനം കയറി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ആനിമേഷൻ പോലെ കാണിക്കും. അതൊക്കെ ഒരു നല്ല ടച്ചാണ്. പിന്നെ ഇതാണ് കേർവ് EVയുടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഇതൊരു ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ചാർജിങ് പോർട്ടാണ്. നമ്മുടെ വെഹിക്കിൾ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഉള്ളിലെ AC പാനലിൻ്റെ അവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് മോട്ടറൈസ്ഡ് ആയിട്ട് ഓപ്പൺ ആവുന്നു, മോട്ടറൈസ്ഡ് ആയിട്ട് തന്നെ ക്ലോസ് ആവുന്നു. താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൊത്തത്തിലൊരു ഡിസൈൻ വരുന്നത്. ഒരു ക്രോമിൻ്റെ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് ക്ലോസ്ഡ് ഓഫ് ആയിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഒന്നും അല്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഓപ്പൺഡ് ആണ്. താഴെ എയർ ഡാം ഒക്കെ ഓപ്പൺഡ് ആണ്. യൂഷ്വലി EVസിലൊക്കെ നല്ല രീതിയിൽ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ഓഫ് ആയിരിക്കും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഡിസൈനാണ് ടാറ്റ അപ്രോച്ച് പിടിച്ചിരിക്കുന്നത്. നമുക്ക് കേർവ് EVയുടെ ഫ്രണ്ട് സ്പേസ് ഒന്ന് കാണാം. ഇവിടെയായിട്ടാണ് ഫ്രണ്ടിൻ്റെ ഓപ്പണിംഗ് ലാച്ച് വരുന്നത്. ഒറ്റക്കൈക്ക് തുറക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഹൈഡ്രോളിക് സ്ട്രട്സ് കൊടുത്തിട്ടില്ല, കൊടുക്കാമായിരുന്നു. ഇവിടെയാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവെയർ വരുന്നത്. ഇവിടെ ഒരു സ്പീക്കർ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആവാസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് അക്യൂസ്റ്റിക് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒച്ചയില്ലാത്തതുകൊണ്ട് പെഡസ്ട്രിയൻസിന് നമ്മൾ വണ്ടി വരുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നും പറഞ്ഞൊരു മൂളിച്ച ഉണ്ടാക്കും ഈ സ്പീക്കർ. അത്രേ ഉള്ളൂ, അതാണ് അതിൻ്റെ ജോലി. പിന്നെ ഒരു 11 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസാണ് കേർവിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറയത്തക്ക സ്പേസ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആ 3.3 കിലോവാട്ടിൻ്റെ ചാർജറും അത്യാവശ്യം വല്ല ക്ലിനിക്കിനുള്ള സപ്ലൈസോ ക്ലോത്തോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വെക്കാം. അതിനപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ കൂളൻറ്റിൻ്റെ റിസർവെയർ കാണാം, പ്രൈമറി റിസർവെയർ കാണാം. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഓക്സിലറി ബാറ്ററി കാണാം, ഫ്യൂസ് ബോക്സ് കാണാം.
ഈ ഒരു ടാഗ് കണ്ടോ, അതായത് നമ്മുടെ ഈ ഗണ്ണ്, ചാർജിങ് ഗണ്ണ് എന്തെങ്കിലും കാരണവശാൽ ലോക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മാനുവൽ റിലീസാണ്. ഇതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഗണ്ണ് നമുക്ക് ഊരിയെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മോട്ടറൈസ്ഡ് ആണ്. എന്തെങ്കിലും കാരണവശാൽ ഇതിൻ്റെ മോട്ടർ ജാമാവോ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടാഗിൽ വലിച്ചു കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിലെ വിശേഷം. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്ക് കേവ് ഇവിയുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് കാണാം. ഇങ്ങനെയാണ് കേവ് ഇവിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇതാണ് ഇവൻ്റെ ഒരു ബ്യൂട്ടി ഷോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരുന്ന ഒരു റൂഫ് ലൈൻ, ബൂട്ട് ലിഡ് വ്യത്യാസമുണ്ട്, ടെയിൽ ലാംപ്സ് വ്യത്യാസമുണ്ട്. ബേസിക്കലി ഞാൻ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം താഴത്തേക്ക്. ഇവിടെ വരെ ഈ ബാക്ക് ഡോറിൻ്റെ പിറകുവശം വരെ നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട് മറച്ചു വെച്ചാൽ ഇത് നെക്സോൺ തന്നെയാണ്. അതിനുശേഷമാണ് ഇവൻ്റെ ചേഞ്ചസ് മുഴുവൻ സംഭവിക്കുന്നത്. ബൂട്ട് ലിഡ് ഇങ്ങനെ താഴത്തേക്ക് വന്നു, ടെയിൽ ലാംപ്സ് ഡിസൈൻ മാറി, ആലോയ്സിൻ്റെ ഡിസൈൻ മാറി, അങ്ങനെ വന്നപ്പോൾ കേവായി. നമുക്കിവൻ്റെ സൈഡിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ക്ലോസപ്പിൽ നോക്കാം. ഒരു 215/55 R18 ഇഞ്ച് എയറോ സ്പെക്കായിട്ടുള്ള അലോയ് വീൽസാണ് കേവിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബോഡിയുടെ സൈഡിൽ ഈ ക്ലാഡിങ് പോലെ കൊടുത്തിരിക്കുന്ന സാധനം. ഇത് യൂഷ്വലി ഒരു മാറ്റ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ആയിരിക്കും, പക്ഷേ ഇത് ഗ്ലോസി പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ DOT ബാഡ്ജിങ് കാണാം. ഇവിടെ വലിയൊരു മിററുണ്ട്, അതിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വാർണിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണാം. 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഈ രാത്രി നമുക്ക് ഡോർ ഹാൻഡിൽ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി, ഇപ്പോൾ ഡോർ ക്ലോസ് ആയതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൈറ്റ് അപ്പ് ചെയ്യുന്ന കാണാം. ഇത് ഫ്ലഷ് ഡോർ ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വലിക്കണം. അങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ബാക്കിലെ ഡോർ അത് തന്നെയാണ് കേട്ടോ, സെയിം ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽ തന്നെയാണ്. ബാക്കിലും സെയിം ടയർ സൈസ് തന്നെയാണ്, അലോയ് വീൽ സൈസും സെയിം ആണ്. മൊത്തത്തിലൊരു ആനച്ചന്തമാണ് ഇവൻ്റെ സൈഡിൽ നിന്ന് കാണാൻ. നമുക്ക് ഇനി ഇവൻ്റെ റിയർ എൻ്റെ ഡിസൈനിലേക്ക് പോകാം. കർവിൻ്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റാണ് ഇവൻ്റെ ടെയിൽ ലാംപ്സ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടെയിൽ ലാമ്പ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പേര് പോലെ തന്നെ ഈ തുമ്പിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കേവ് ചെയ്ത് നിൽക്കുന്നൊരു ടെയിൽ ലാമ്പാണ് കാണാം. അതിൻ്റെ ഒരു കണക്റ്റഡ് പീസ് ഇങ്ങനെ ഫുൾ ലെങ്ത് ഇവിടുന്ന് ഇങ്ങനെ ഓടി ഇപ്പുറത്തെ സൈഡിലേക്കും വന്ന് അവിടെയും ഇങ്ങനെ കേവ് ചെയ്ത് നിൽക്കുന്നത് കാണാം. നല്ല ഭംഗിയാണ് ആക്ച്വലി ഇതിൻ്റെ ടെയിൽ ലാംപ്സ് കാണാൻ. ഞാൻ ഹസാർഡ് ലൈറ്റ് സെറ്റ്സ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഹസാർഡ് സെറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ഇവിടം വരെ കത്തുള്ളൂ. അതിനുശേഷം ഒരു ഡൈനാമിക് സ്വൈപ്പ് ഫംഗ്ഷനുള്ള ഇൻഡിക്കേറ്ററായിട്ട് ഈ തുമ്പിലെ പീസ് അങ്ങ് മാറും. നല്ല ഭംഗിയാണ് ആക്ച്വലി കാണാൻ. ഇതിൻ്റെ ബാക്കിലെ വിൻഡോയുടെ റേക്ക് എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പാണ്. വളരെ സ്റ്റീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബേസിക്കലി ഫ്ലാറ്റാണ്. അങ്ങനെയാണ് റേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ പോലെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്പോയിലർ എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ഡിസൈൻ അവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ബാക്കിൽ ഡീഫോഗറുണ്ട്, ഒരു റൂഫ് മൗണ്ടഡ് ഷാർക്ക് ഫിൻ ആൻറ്റിനെ നമുക്കവിടെ കാണാം. അതിൽ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് തേർഡ് ബ്രേക്ക് ലൈറ്റിൻ്റെ പൊസിഷൻ വരുന്നത്. അത് നോർമലി ഹൈ മൗണ്ടഡ് ആയിട്ട് അവിടെയാണ് കൊടുക്കാറുള്ളത്. പൊസിഷൻ ഒരു മാൻഡേറ്റ് അല്ലാത്തതുകൊണ്ട് ടാറ്റ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രം, ഇലക്ട്രിക് ടാറ്റയ്ക്ക് മാത്രം കാണുന്ന ഒരു വൈറ്റ് കളർ 2D ടാറ്റയുടെ ലോഗോ കാണാം. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ ഒരു പൊസിഷൻ കാണാം. ഇതിരിക്കുന്ന ഒരു പ്ലാറ്റോ നല്ല രസമാണ് കാണാൻ. ഒരു സെപ്പറേറ്റ് ഒരു യൂണിറ്റിലാണ് ഈ ഇത്രയും സാധനങ്ങൾ മൗണ്ട് ചെയ്തിരിക്കുന്നത്. താഴത്തേക്ക് വരുമ്പോൾ കേവ് EV എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഇവിടെ ആയിട്ട് രണ്ട് സൈഡിലായിട്ടാണ് റിവേഴ്സ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 1, 2 രണ്ട് അൾട്രാസോണിക് പാർക്കിംഗ് സെൻസേഴ്സാണ് ടാറ്റ കേവ് EVയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ കേവ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ആദ്യത്തെ വീലില്ലേ അതിന് നേരെ താഴെ ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഒരു റബ്ബറിൻ്റെ സ്വിച്ച് ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക. മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത്. 500 ലിറ്ററിൻ്റെ ഒരു വളരെ മാസീവ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ടാറ്റയുടെ കേവ് EVക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വേരിയൻറ്റിൽ 7.2 kW ഹോം ഫാസ്റ്റ് ചാർജർ ഫ്രീ ആണ്. അതിന് താഴത്തേക്കുള്ള മോഡൽസ് വരുമ്പോഴത്തേക്ക് 3.3 kW ആയിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ ചെറിയ ഒരു പോക്കറ്റ് ചാർജർ ഉണ്ടല്ലോ, അത് മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ടോപ്പ് വേരിയൻസിൽ 7.4 kW ചാർജർ ഫ്രീ ആയിരിക്കും. അതങ്ങനെ. പിന്നെ ഇവിടെ ഒരു പാർസൽ ട്രേ നമുക്ക് കാണാം. ഒരു ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. LED കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ വെഹിക്കിൾ ടു ലോഡിൻ്റെ നമുക്ക് ആക്സസ് ചെയ്യുന്ന ബട്ടൺ നമുക്കിവിടെ കാണാം. കേവ് EV വെഹിക്കിൾ ടു ലോഡ് സപ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിളാണ്.
3 kW വരെ നമുക്ക് വെഹിക്കിൾ ടു ലോഡ് സപ്പോർട്ട് ചെയ്യും, 5 kW വരെ വെഹിക്കിൾ ടു വെഹിക്കിളും സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു JBLൻ്റെ 9 സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സബ് ഊഫറും കാണാം. വളരെ വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ചാർജിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്പേസ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്കൊരു സ്പെയർ വീലും ടാറ്റ ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. പങ്ക്ചർ റിപ്പയർ കിറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഏതെങ്കിലും ഒന്നാണ് കൊടുക്കാറ്, ഇത്തവണ രണ്ടും കൊടുത്തിട്ടുണ്ട്. സന്തോഷം. അപ്പം നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ്. നമ്മളത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മോട്ടറൈസ്ഡ് ആയിട്ട് ബൂട്ട് ക്ലോസ് ആയിക്കോളും. നമ്മൾ കേവ് EVയുടെ പുറമേ ഉള്ള വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് കേവിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്കുള്ള ഇൻഗ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ്. മുൻവശത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുക, ബാക്ക് വശത്ത് ഇങ്ങനെ വലിക്കുക. അങ്ങനെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഡോറ് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. 90 ഡിഗ്രീസ് ഒന്നുമില്ല, എന്നാലും നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറാണ്. അകത്തേക്ക് കയറാൻ ഇറങ്ങാനാണെങ്കിലും തല തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കാഷ്വലായിട്ട് കയറാം കേട്ടോ. അങ്ങനെ കയറുന്നതിന് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഇരുന്ന ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, സീറ്റ് കംഫർട്ടബിളാണ്. സീറ്റ് എക്സ്ട്രീംലി കംഫർട്ടബിൾ എന്നല്ല പറഞ്ഞ, ടാറ്റയുടെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു 4 കൊല്ലത്തോളമായിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നെക്സോണിൻ്റെ സീറ്റ് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. നല്ല ഫേമായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ടൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലെതറും ഫാബ്രിക്കും കൂടെയുള്ളൊരു മിക്സിംഗ് ആണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. കൊള്ളാം കേട്ടോ, ആക്ച്വലി നല്ല സീറ്റാണ്. പിന്നെ ടിപ്പിക്കലി ടാറ്റയുടെ വെഹിക്കിൾസിൻ്റെ ഡ്രൈവർ സീറ്റ് ഇപ്പം സിയറയുടെ ഒരു എക്സെപ്ഷനാണ്. അതിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അണ്ടർ തൈ സപ്പോർട്ടിൻ്റെ സാധനം വരുന്നുണ്ട്. ഇതിൽ സീറ്റിൻ്റെ തുമ്പിലായിട്ട് ഒരു തൈ എക്സ്റ്റൻഷൻ പോലെയല്ല, ഒരു സപ്പോർട്ട് പോലെ ഒരു അഡീഷണൽ കുഷ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത് വരുമ്പോൾ കാണിച്ചു തരാം. അത് ആക്ച്വലി കൊള്ളാം. അതായത് നമുക്കിത് ഓൾമോസ്റ്റ് എൻ്റെ മുട്ടിൻ്റെ തുമ്പ് വരെ എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ, ആക്ച്വലി നല്ല സപ്പോർട്ടുണ്ട്. ലോവർ ബാക്കിനും കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്. 2 സൈഡിലേക്ക് ബോൾസ്റ്റേഴ്സും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അടുത്ത വെർഷനിൽ എന്തായാലും ഒരു ബെറ്റർ ആക്കും. കാരണം സിയറയുടെ ഹെഡ് റെസ്റ്റ് നമ്മൾ കുറ്റം പറഞ്ഞ് സിയറയുടെ ഹെഡ് റെസ്റ്റ് അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് ഇപ്പോഴും പഴയ ടാറ്റയുടെ ആ ഒരു ടൈപ്പ് തന്നെയാണ്. ഒരു പരിധി വിട്ട് നമ്മൾ തല പുറകിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് തലയ്ക്കൊരു സപ്പോർട്ട് കിട്ടുന്നുള്ളൂ. അല്ലാതെ സീറ്റിൽ ആസിറ്റീസ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. സീറ്റ് നല്ല ഗംഭീര സപ്പോർട്ടാണ്. സീറ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിയറിംഗ് വീല്, സീറ്റ് പെഡൽസ് കറക്റ്റാണ്, ഓൺ പോയിൻ്റ് ആണ്. അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഡെഡ് പെഡലായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു ഡെഡ് പെഡലിനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പടി പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, കൊള്ളാം. നല്ല ഒരു എർഗണോമിക്സ് ആണ്. ഡാഷ്ബോർഡ് ഒത്തിരി അങ്ങോട്ട് ഹൈ അല്ല, നമുക്ക് ബോണറ്റിൻ്റെ എൻഡ് കാണാനും പുറത്തേക്ക് കാണാനും ഒക്കെ നല്ല വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഇപ്പം സിയറയിൽ വന്നതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നെക്സ്റ്റ് ഇറ്ററേഷനിൽ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് അവർ ബെറ്റർ ആക്കും. അപ്പം സീറ്റ് 100% എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഫ്രണ്ടിലത്തെ 2 സീറ്റും വെന്റിലേഷൻ ഫംഗ്ഷനുള്ള സീറ്റാണ്. അതിൻ്റെ ബട്ടൺ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഫ്രണ്ട്, ബാക്ക്, ഹൈറ്റ് അഡ്ജസ്റ്റ്, റിക്ലൈനിങ്, ഇത്രയും സാധനം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. കോ പാസഞ്ചർ സീറ്റ് മാനുവലായിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് അങ്ങനെ അധികം കാണാത്തൊരു ഫീച്ചറാണ്. അപ്പോൾ കൊള്ളാം കേട്ടോ. ഫ്രണ്ട് സീറ്റ് എനിക്ക് താരതമ്യേന ഇഷ്ടപ്പെട്ടു. നമുക്കിനി ബാക്ക് സീറ്റിലേക്കുള്ള ഇൻക്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡോറ് അത്യാവശ്യം നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറ് തന്നെയാണ്. 90 ഡിഗ്രീസ് ഒന്നും അല്ല, എന്നാലും ഓപ്പൺസ് വൈഡ് ഇനഫ്. അകത്തേക്ക് കയറാൻ ഇറങ്ങാൻ തല തട്ടുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതിൽ ഇരുന്ന് കഴിയുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ടാറ്റയുടെ ഒട്ടുമിക്ക വണ്ടികളിലും ബാക്ക് സീറ്റിൽ അണ്ടർ തൈ സപ്പോർട്ട് അല്പം വീക്കായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിയറയിൽ പോലും അണ്ടർ തൈ സപ്പോർട്ട് വീക്കാണ്. ഇതിൽ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തൈ സപ്പോർട്ടിൻ്റെ അഡീഷണൽ കുഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ് കേട്ടോ. കാരണം ഇത് വേറെ ഒരു വണ്ടിയിലും കണ്ടിട്ടില്ല. സന്തോഷം. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കുഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൈറ്റ് 5 feet 10 ആണ്. ഈ ഫ്രണ്ട് സീറ്റ് എൻ്റെ പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയും ലെഗ് റൂമുണ്ട്, ഇത്രയും ഫുഡ് റൂമും ഉണ്ട്. ഞാൻ മാക്സിമം സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ മുട്ടിൻ്റെ എൻഡ് വരെ ഈ സീറ്റിന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർ തൈ സപ്പോർട്ട് അടിപൊളി. ചരിത്രം കുറിച്ചിരിക്കുകയാണ്, കണ്ടില്ലെന്ന് പറയുന്നത് ആരും. അണ്ടർ തൈ സപ്പോർട്ട് നല്ല ഗംഭീരം. പിന്നെ ഫ്രണ്ടിലെ ഹെഡ് റെസ്റ്റ് ഒരു ഇച്ചിരി ആവറേജ് ആണെങ്കിലും ബാക്കിലെ ഹെഡ് റെസ്റ്റ് സൂപ്പറാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ലൊരു റിക്ലൈൻ ആംഗിൾ ഉണ്ട്.
അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. ലോവർ ബാക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്, അതുകൊണ്ട് നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, എനിക്ക് തോന്നുന്നതാണോ എന്നെനിക്കറിയത്തില്ല, ഫ്രണ്ടിലത്തെ സീറ്റിനേക്കാളും ഒരല്പം പൊങ്ങിയിട്ടാണ് ഇതിൻ്റെ ബാക്കിലെ സീറ്റ് ഇരിക്കുന്നത്. ഒരു അരപ്പടി ഈ ഡ്രൈവർ സീറ്റ് താഴെയാണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയതാണോ അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ബാക്കിലെ സീറ്റ് ഒരു ഇച്ചിരി പൊന്തിട്ടായിരിക്കുന്ന ഫ്രണ്ട് സീറ്റിനെ അപേക്ഷിച്ച്. പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇവൻ്റെ ബാക്കി ഡെപ്തിലുള്ള ഡീറ്റെയിൽസ് കാണാം. നമുക്കിനി കേവിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കിവൻ്റെ ഡോർ പാനലൊന്ന് വർണ്ണിക്കാം. നെക്സോണിൻ്റെ അതേ ഡോർ പാനൽ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതെന്തായാലും അടുത്ത ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം, ഈ കാർഡ് ഉൾപ്പെടെ എല്ലാം മാറും. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ബേസിക്കലി നെക്സോണിൻ്റെ അതേ ഡോറ് തന്നെയാണ്, അതേ ലിവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പഴയ അതേ മിറർ കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മോഡൽ ചേഞ്ചില്ല, അതായത് ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം അവിടുന്ന് പൊക്കി താഴത്തേക്ക് കൊണ്ടുവരും. ഈ സ്വിച്ച് ഗിയേഴ്സ് ആണെങ്കിലും എല്ലാം പഴയ സ്വിച്ചസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അത് കേവ് ഇപ്പോൾ റിലേറ്റീവ്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം ആവാറായില്ലേ, 2 വർഷം ആയി, ഓഗസ്റ്റ് ആയപ്പോൾ 2 വർഷമായി. അപ്പം അടുത്ത ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തായാലും അത് മാറും. ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ലെതററ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അംബ്രല്ല ഹോൾഡർ നമുക്ക് കാണാം. ഇവിടെ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡോർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഈസി ആയിട്ട് വെക്കാം. ഇവിടെ ക്ലീനിങ് ക്ലോത്ത് അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അടിപൊളിയായിരിക്കും. നമുക്കിനി ഇവൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറാം. ഇങ്ങനെയാണ് കേവ് ഇവിയുടെ ഒരു സീറ്റ് വരുന്നത്. പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നെക്സോൺ ഇവിയുടെ അതേ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ഈ പെർഫറേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണെങ്കിലും അതിനൊരു പാറ്റേൺ ഉണ്ട്. ഒരു കൈറ്റ് പാറ്റേണിലാണ് ഈ ഒരു പെർഫറേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ പെർഫറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു വെന്റിലേറ്റഡ് സീറ്റാണ്. വെന്റിലേഷൻ്റെ ഫംഗ്ഷൻ നമുക്കിത് ഇവിടെ കാണാം. ഒരു 3 ലെവൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വെന്റിലേഷൻ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് സീറ്റാണ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താണ് തൈ സപ്പോർട്ടിൻ്റെ ഒരു എക്സ്ട്രാ കുഷ്യൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ. ആക്ച്വലി ഇത് കാണാൻ അങ്ങനെ വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഈ സാധനത്തിൻ്റെ ഫങ്ഷൻ ചുമ്മാ തീയാണ്, അതങ്ങനെ. പിന്നെ ഇതാണ് പറഞ്ഞ ഒരു ക്ലോത്തിൻ്റെ എലമെൻറ്റും ഈ സീറ്റിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 2 സൈഡിലായിട്ട് ഇവിടെയായിട്ടും ക്ലോത്തിൻ്റെ എലമെൻസും. പിന്നെ ഒരു 2 ടോൺ ലെതർ സീറ്റാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ക്യാബിനിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും ആംബിയൻ ലൈറ്റ്സിൻ്റെ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ ഇച്ചിരി പ്രയാസമാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സെൻറ്റർ കൺസോളിലൊക്കെ ആണെങ്കിലും മുഴുവൻ ത്രൂ ഔട്ട് ആംബിയൻ ലൈറ്റ്സിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയാണ് കേവ് ഇവിയുടെ ഒരു കീ വരുന്നത്. നമ്മുടെ ടിപ്പിക്കൽ ടാറ്റയുടെ കീ പോലെയല്ല, ഭയങ്കര ഡിസൈനൊന്നുമില്ല, പക്ഷേ ഒരു വെറൈറ്റി കീ ആണ്. നല്ലൊരു സ്ലീക്ക് ആയിട്ടുള്ള നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലോക്ക്, അൺലോക്ക്, ഹെഡ് ലാമ്പ് ഫംഗ്ഷൻ, ബൂട്ട് ഓപ്പണിംഗ് ഫംഗ്ഷൻ. ഇതിൻ്റെ മോട്ടറൈസ്ഡ് ബൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ബൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരും. നമുക്കിനി ക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കേവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കളിയാക്കുന്ന പോലെ മറ്റേ നെറ്റ്ഫ്ലിക്സിൻ്റെ ലോഗോ പോലെ എല്ലാം കൂടെ ഓണായി വരുന്നതാണ് കാണാം. ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12.3 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിങ് നമുക്ക് ടാറ്റയുടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇല്ലുമിനേറ്റഡ് ആയിട്ടുള്ള ലോഗോ നമുക്കിവിടെ കാണാം. പിന്നെ ഒരു 2 ടോൺ സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഇൻറ്റീരിയർ ഒരു ബേജ് കളറും പുറമേ ഒരു ഗ്രേ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പുതിയ ടാറ്റയുടെ എല്ലാത്തിനുള്ള പോലെ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെ കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൽ വന്നിട്ട് കോൾ ആൻസർ, കോൾ ഡിക്ലൈനുള്ള ബട്ടൺസ്, വോളിയം അപ്പ് ഡൗൺ, മ്യൂട്ടിനുള്ള ബട്ടൺ, നമുക്ക് പാട്ട്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ആണുള്ള ബട്ടൺ, പിന്നെ ബ്ലൂടൂത്ത്, FM, USB നമ്മുടെ സോഴ്സ് സെലക്ട് ചെയ്യുന്ന ബട്ടൺ, വോയിസ് കമാൻഡ്സിൻ്റെ ബട്ടൺ, ഈ സൈഡിൽ നമ്മുടെ ഈ MIDയുടെ അതിലെ ഇൻഫർമേഷൻ നമ്മൾ ടോഗിൾ ചെയ്യുന്ന ബട്ടൺ, ഈ സൈഡിൽ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ബട്ടൺ, അതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യുന്ന ബട്ടൺ, ഇവിടെ ആയിട്ട് നമുക്ക് ട്രിപ്പ് കമ്പ്യൂട്ടർ ഇങ്ങനെ ടോഗിൾ ചെയ്യുന്ന ബട്ടൺ, ലെയിൻ കീപ്പ് അസിസ്റ്റിൻ്റെ ബട്ടൺ, ഇത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്ന വെഹിക്കിളിൽ നിന്ന് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഇട്ട് വേണം ഫോളോ ചെയ്യാൻ എന്നുള്ളതിൻ്റെ ഫോളോയിങ് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ബട്ടണും സ്റ്റിയറിങ്ങിൽ കാണാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേ ഔട്ടാണ് സ്റ്റിയറിങ്ങിന് കൊടുത്തിരിക്കുന്നത്.
ബട്ടൺസിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഒന്നും മറ്റേ ടച്ച് ബട്ടൺസ് അല്ല കൊടുത്തിരിക്കുന്നത്, എല്ലാം നല്ല ഫിസിക്കൽ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാപ്പ് ചെയ്തു നമുക്കൊരു ഫീലിംഗ് കിട്ടും. മറ്റതുപോലെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ടച്ച് ആയോ എന്ന് രണ്ടാമതൊരു കൺഫർമേഷന് പോകേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ പിന്നിലായിട്ട് നമുക്ക് റീജനറേഷൻ്റെ പാഡിൽസ് കാണാം. ഈ സൈഡിൽ പ്ലസ് ഉണ്ട്, ഈ സൈഡിൽ മൈനസ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റോക്സ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഉൾപ്പെടെയുള്ള ഫംഗ്ഷനുള്ള വെഹിക്കിളാണ് കർവ് EV എന്ന് പറയുന്നത്. ഈ സ്വിച്ച് ഗിയറൊക്കെ മാറും കേട്ടോ, അടുത്ത ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ് ആയിട്ട് മാറും. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വൈപ്പറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉള്ളതാണ്, പറയേണ്ട കാര്യം പോലുമില്ല. പിന്നെ അതിൻ്റെ സ്പ്രേ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റോക്ക് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ ആയിട്ട് തന്നെയാണ് വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കണ്ടു, അതിലെ ബട്ടൺസ് കണ്ടു, സ്റ്റോക്ക് കണ്ടു. പിന്നെ നമുക്ക് MID ഒന്ന് കാണാം. ഇങ്ങനെയാണ് കർവ് EVയുടെ MID വരുന്നത്. ലാസ്റ്റ് ജനറേഷൻ MID ആണ്. ഇപ്പോഴത്തെ സിയറയുടെ പോലെ മറ്റേ വൺ പീസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലെ സിംഗിൾ ഗ്ലാസ് പോലത്തെ ഡിസ്പ്ലേ അല്ല കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കുറച്ച് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഈ ചെറിയ ഐക്കോൺസ് ഒക്കെ വായിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഈ ഫോൺ സൈസ് ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് പറ്റിയാൽ അടിപൊളിയായിരിക്കും. വേറെ എനിക്കൊരു കുറ്റവും പറയാനില്ല. നമുക്കിതിൽ സ്പീഡ് കാണാം, നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ ഈ അഡാസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. റീജൻ്റെ ലെവൽ കാണാം, ബാറ്ററി പെർസെൻറ്റേജ് കാണാം, ഡ്രൈവിംഗ് മോഡ് കാണാം, ഓഡോമീറ്റർ കാണാം, ഗിയർ പൊസിഷൻ കാണാം, സകലമാന സാധനവും കാണാം. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഫുൾ മാപ്സ് തന്നെ ഇട്ട് ഓടിക്കാം. അപ്പം ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 12.3 ഇഞ്ചിൻ്റെ നല്ല ഒന്നാം ക്ലാസ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ഹർമൻ്റെ സിസ്റ്റമാണ്. ഒരു 9 സ്പീക്കർ സൗണ്ട് സിസ്റ്റവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സകലമാന EV സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിതിനകത്തുണ്ട്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയർലെസ് ആണ്. അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്, ഇപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ എയർ ക്വാളിറ്റി മോണിറ്റർ ഉൾപ്പെടെയുള്ള ഒരു AC സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Arcade.tv എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പം സൈൻഡ് ഇൻ അല്ല ഈ വെഹിക്കിൾ. നമുക്കിതിനകത്ത് ഗെയിം കളിക്കാം. ഈ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, യൂട്യൂബ് അങ്ങനത്തെ സ്ട്രീമിംഗ് ആപ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉപയോഗിക്കാം. EV സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാം. അതായത് ഇതിനകത്ത് വെഹിക്കിൾ ടു ലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബൂട്ടിനകത്ത് കാണിച്ചിരുന്ന ഒരു ബട്ടൺ ഉണ്ട്. അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം വരെ നമുക്ക് ഈ ഡിസ്ചാർജിങ് മോഡ്, അതായത് ഈ വെഹിക്കിൾ ടു ലോഡ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്നുള്ള ഫംഗ്ഷൻ എത്ര ബാറ്ററി പെർസെൻറ്റേജ് വരെ നമുക്ക് അത് വർക്ക് ചെയ്യണം. അതായത് നമുക്കൊരു സേഫ് ലിമിറ്റ് വെക്കണമല്ലോ. ഇപ്പോൾ ഒരു 50% അല്ലെങ്കിൽ 30% താഴെ പോകുമ്പോൾ വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറഞ്ഞ ഫീച്ചർ കട്ട് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ JBLൻ്റെ സൗണ്ട് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ JBLൻ്റെ സൗണ്ട് മോഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ മീഡിയ കൺട്രോൾസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ആംബിയൻ ലൈറ്റ്സിൻ്റെ ഒരു അധിക പ്രസംഗമാണ് എല്ലായിടത്തും. ആംബിയൻ ലൈറ്റ്സിൻ്റെ കളേഴ്സ് നമുക്ക് മാറ്റാം, എവിടെയൊക്കെ ഉള്ള ആംബിയൻ ലൈറ്റ്സ് നമുക്ക് ഇടണമെന്നുള്ളതാക്കാം. എല്ലാം നല്ല ഫുൾ കസ്റ്റമൈസബിൾ ആണ്. പിന്നെ ക്വിക്ക് സെറ്റിങ്സ് ഉണ്ട്. അതായത് ഡ്രൈവർ അസിസ്റ്റൻസിൻ്റെ, അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഇവിടെ തന്നെ കണ്ടോ, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ, അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ്, ഹൈ ബീം അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ് ഉണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഉണ്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് ഉണ്ട്, ഡോർ ഓപ്പൺ അലേർട്ട് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലെയിൻ ചേഞ്ച് അലേർട്ട്, റിയർ കൊളിഷൻ വാർണിംഗ് കൊടുക്കാവുന്ന സകലമാന ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും പോരാതെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, 360 ഡിഗ്രി ക്യാമറയുണ്ട്, 6 എയർ ബാഗ് ഉണ്ട്, 4 വീലിൽ ഡിസ്ക് ബ്രേക്കും ഉണ്ട്. പോരെ. പിന്നെ 5 സ്റ്റാർ ഭാരത് NCAP റേറ്റിംഗും ഉണ്ട്. അതില്ലാത്തൊരു എന്ത് ഡാറ്റ ഉണ്ട് അല്ലേ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് പറഞ്ഞു തരുമ്പോൾ നേരം വെളുക്കും. പിന്നെ സറൗണ്ട് വ്യൂ, ടാറ്റയുടെ സിയറയിൽ മാത്രമേ ഉള്ളൂ എനിക്കിതിൻ്റെ ക്യാമറയിൽ ഒരു പോരായ്മ ഫീൽ ചെയ്തിട്ടുള്ളത്. കർവിൻ്റെ ഒക്കെ ക്യാമറ ചുമ്മാ അടിപൊളിയാണ്, നല്ല റെസൊല്യൂഷനാണ്, നല്ല കളേഴ്സാണ്, നല്ല സ്റ്റിച്ചിങ്ങുമാണ്. സിയറയിൽ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു പോരായ്മ എന്തായാലും ഇതിലില്ല. നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, സൗണ്ട് ഡെമോ. അത് ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ 9 സ്പീക്കറിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഒന്നിട്ട് നോക്കാവേ. അപ്പോൾ സർപ്രൈസ് ഒന്നുമില്ല, 9 സ്പീക്കറിൻ്റെ JBL സൗണ്ട് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഇരിക്കുന്ന നെക്സോണിൻ്റെ 8 സ്പീക്കറാണ്. അതായത് 4 സ്പീക്കർ, 4 ട്വീറ്റർ. ഇതിൽ 4 സ്പീക്കർ, 4 ട്വീറ്റർ, ഒരു സബ് വൂഫർ. ആ ഒരു എക്സ്ട്രാ സബ് വൂഫറിൻ്റെതായിട്ടുള്ള എല്ലാ അഹങ്കാരങ്ങളും ഈ സൗണ്ട് സിസ്റ്റം പുറത്തിറക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട്, നല്ല ബേസ്. അതായത് ഈ
ബേസ് കൂടിയിട്ട് നമുക്കിങ്ങനെ തലവേദന എടുക്കുന്ന രീതിയിലുള്ള ഇങ്ങനെ മുഴക്കമല്ല, നല്ല ക്വാളിറ്റിയുള്ള ബേസ്, അടിപൊളി. നല്ല സൗണ്ട് സിസ്റ്റം, നല്ല ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യാബിൻ്റെ അകത്ത് എല്ലായിടത്തും ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഫീൽ ചെയ്യുന്നത്. നല്ല സൗണ്ട് സിസ്റ്റം. നമ്മൾ നേരത്തെ ബോണറ്റ് തുറന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പീക്കർ ഇരിക്കുന്ന ഞാൻ കാണിച്ചില്ലേ? അതായത് വെഹിക്കിള് സൈലന്റ് ആയതുകൊണ്ട് പെഡസ്ട്രിയൻസിനെ അറിയിക്കാൻ വേണ്ടി ആവാസ്, ഇതാണ് ആവാസ്. ഈ ആവാസ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിനും സൗണ്ട് ഉണ്ടാവും കേട്ടോ. ലോക്ക് അൺലോക്കിന് ശബ്ദം ഉണ്ടാവും. വെഹിക്കിൾ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നും പറഞ്ഞൊരു മൂളിച്ച ഉണ്ടാവും. ചാർജിന് കുത്തിയിടുമ്പോൾ ശബ്ദം ഉണ്ടാവും. വെഹിക്കിൾ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ശബ്ദം ഉണ്ടാവും. അങ്ങനെ ഓരോന്നിനും ശബ്ദം ഉണ്ടാക്കുക. ഞാനതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്, വലിയ ഉപദ്രവം. പിന്നെ ഡ്രൈവർ അസിസ്റ്റൻസ് അതിനകത്ത് നമ്മൾ നേരത്തെ ഈ അഡാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വലിയൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ പല വെഹിക്കിൾസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ലൈൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ വീഴുന്ന സമയത്ത് ലെഫ്റ്റ് മിററിലെ ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയുടെ ഫീഡ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. ടാറ്റ ഇപ്പം ഒരു പുതിയ അപ്ഡേറ്റിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. നമുക്കത് ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലായിരുന്നല്ലോ. ഇനി ഞാൻ ഒന്നുകൂടെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇവിടെ കാണിക്കുന്നതിന് പകരം നമ്മുടെ ഡിസ്പ്ലേയുടെ സെൻറ്ററിൽ കാണിക്കും. അത് വല്ലാത്തൊരു സൂപ്പർ പരിപാടിയായി പോയി. ഇങ്ങനെ വേണം ആ ഒരു ഒരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അടിപൊളി ഫീച്ചർ, ഇഷ്ടപ്പെട്ടു. റൈറ്റിലേക്ക് ആക്കുമ്പോൾ റൈറ്റ് ക്യാമറയുടെ ഫീഡും അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. അതെന്തായാലും നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് അംഗീകരിച്ചു കൊടുക്കണം. കർവ് EVയുടെ ഇൻഫോർടൈൻമെൻറ്റ് കണ്ടു. അവിടെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫേക്ക് വൈറ്റ് കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷുള്ളൊരു പ്ലാസ്റ്റിക് ഇൻസേർട്ട് നമുക്ക് കാണാം. ഫുൾ ലെങ്ത് ആംബിയൻ ലൈറ്റ് ബാർസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻ്റ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഡിസൈൻ ഒന്നുമില്ല. അവിടെ ഒരെണ്ണം, ഇവിടെ രണ്ടെണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം, അത്രയേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ഡാമ്പിങ് ഉള്ള, തീരെ അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് വരാത്ത രീതിയിലുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള AC വെൻസ് തന്നെയാണ്. ഇവിടെയൊക്കെ ഒരു ലെതററ്റ് പോലത്തെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് അതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ എല്ലാ ടാറ്റയുടെ വെഹിക്കിൾസിലും ഉള്ള പോലെ ഒരു ടച്ച് സ്ക്രീൻ പാനലാണ്. എനിക്ക് പേഴ്സണലി ഇത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്, എന്നാലും പോട്ടെ. ഇത് നമ്മുടെ ചാർജിങ് ഗൺ അൺലോക്ക് ചെയ്യുന്ന ബട്ടൺ. ഇത് ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെ ബട്ടൺ, ഹിൽ ഡിസൻ കൺട്രോളിൻ്റെ ബട്ടൺ. പിന്നെ ഇത് ഹസാർഡ് ലാംപ്സിൻ്റെ ബട്ടൺ. നമുക്ക് മോട്ടറൈസ്ഡ് ബൂട്ട് ആയതുകൊണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ. വെഹിക്കിളിൻ്റെ ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ. 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ. ഇത് AC-യുടെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ബട്ടണാണ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ബട്ടൺ. ഇത് എക്സ്പ്രസ് കൂളിങ്ങിൻ്റെ ഒരു ബട്ടണാണ്. അതായത് നമ്മുടെ ഈ AC-യുടെ കംപ്ലീറ്റ് പവറും ഒറ്റയടിക്ക് എടുത്ത് പുറത്തേക്ക് ഇട്ട് തരും. പിന്നെ ഇൻസൈഡ് എയർ ഔട്ട്സൈഡ് എയർ നമ്മൾ റീസർക്കുലേഷൻ മാറ്റിയിടുന്ന ആ ഒരു ബട്ടൺ നമുക്ക് കാണാം. ബാക്കിലെ ഫ്രണ്ടിലെ ഡീഫോഗറിൻ്റെ ബട്ടൺ നമുക്ക് കാണാം. ഇത് എയർ ഏത് പൊസിഷനിൽ അടിക്കണം, നമ്മുടെ മുഖത്തേക്ക് അടിക്കണോ കാലിലേക്ക് അടിക്കണോ എന്നുള്ളത്. AC ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, AC ഓൺ ചെയ്യാനുള്ള ബട്ടൺ, ഓട്ടോ ACക്കുള്ള ബട്ടൺ, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വളരെ ചെറുതാണ്, നമുക്ക് കൈ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്ക് കാണാം. ഒരു USB പോർട്ട് കാണാം, USB-A പോർട്ട് കാണാം. ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് USB Type-C പോർട്ടും നമുക്കവിടെ കാണാം. പിന്നെ അതിന് പിന്നിലായിട്ട് ഒരു ലെതർ റാപ്പിങ്ങോട് കൂടിയ ഒരു ഗിയർ സെലക്ടർ നമുക്ക് കാണാം. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്ത ശേഷം ഈ ഗിയറിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ വലിച്ചു പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് ആക്കുമ്പോൾ ഡ്രൈവ് വീഴും. ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് ആക്കുമ്പോൾ റിവേഴ്സ് വീഴും. റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ബട്ടൺ P എന്ന് എഴുതിയിരിക്കുന്ന ബട്ടൺ ഞെക്കുമ്പോൾ പാർക്കും വീഴും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ് കേട്ടോ. പിന്നെ വെഹിക്കിളിൽ വന്നിട്ട് ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ഉണ്ട്. ഇതാണ് വെഹിക്കിളിൻ്റെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നത്. സിറ്റി, ഈക്കോ, സ്പോർട്ട് 3 ഡ്രൈവിംഗ് മോഡാണ് വരുന്നത്. അതിന് പിന്നിലായിട്ട് ഇവിടെ ഒരു വയർലെസ് ഫോൺ ചാർജറിൻ്റെ പൊസിഷൻ കാണാം. ഇത് ഒരു മൈൽഡ് വെന്റിലേഷൻ ഫംഗ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സെൻട്രൽ കൺസോളിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ആംറസ്റ്റിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലൂ കളർ ഹൈലൈറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് തന്നെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റോറേജിനെ കുറിച്ച് പറഞ്ഞു വരുമ്പം ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് ഉണ്ട്. ഗ്ലൗ ബോക്സ് ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഗ്ലൗ ബോക്സ് ഓപ്പൺ ആവുന്ന. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല ഡെപ്ത് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ്. അകത്തൊരു ലൈറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട്, കൂളിങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു തട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ബുക്ക് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ
വെക്കുകയും ചെയ്യാം. പിന്നെന്താണ്, നമുക്ക് ഇവൻ്റെ ഹെഡ്ലൈനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ക്യാബിൻ ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എമർജൻസി SOSൻ്റെ ബട്ടൺസ് നമുക്ക് കാണാം. പാസഞ്ചർ എയർ ബാഗ് ഓണാണോ ഓഫാണോ എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻ നമുക്കിവിടെ കാണാം. ഡ്രൈവർ സൈഡിൽ വൈസറിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, മിററും ഇല്ല, ലൈറ്റും ഇല്ല. പാസഞ്ചർ സൈഡിലെ വൈസറിൽ നമുക്കൊരു മിറർ പ്ലേസ്മെൻറ്റ് മാത്രമുണ്ട്. ഒരു ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. വേറെ അതിനകത്ത് പ്രത്യേക ഹൈലൈറ്റ് ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. പിന്നെ ഇവൻ്റെ ഒരു പനോരമിക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇലക്ട്രോണിക്കായിട്ട് ഷെയ്ഡുണ്ട്, നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതുപോലെ അത്യാവശ്യം നല്ല വലിയ സൺറൂഫാണ് കേട്ടോ. ഈ ഒരു ചെറിയൊരു റൂഫ് ലൈനുള്ള വെഹിക്കിൾ ആണെങ്കിലും അത്യാവശ്യം വലിയൊരു സൺറൂഫ് തന്നെയാണ്. നമുക്ക് ഷെയ്ഡും ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്യാബിനിൽ എല്ലായിടത്തും ആംബിയൻ ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൺഷെയ്ഡ്, അതായത് ഈ സൺറൂഫിൻ്റെ ഷെയ്ഡ് ഇട്ട് കഴിയുമ്പം ഈ സൺറൂഫിൻ്റെ 2 സൈഡിലായിട്ട് ഫുൾ ലെങ്ത്തിൽ ആംബിയൻ ലൈറ്റ്സിൻ്റെ ഒരു ബാറ് പോലെ നമുക്ക് കാണാം. 2 സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഫ്രണ്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ കേവ് ഇവിയുടെ ബാക്ക് സീറ്റിലേക്കൊന്ന് കയറാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡോർ പാനലൊക്കെ ഒന്ന് നോക്കാം. കേവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഫീച്ചറാണ്, ബാക്കിൽ നമുക്കൊരു മാനുവലി ഓപ്പറേറ്റഡ് സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. 2 സൈഡിലും ഉണ്ട് കേട്ടോ, അവിടെയുണ്ട് ഇവിടെയുണ്ട്. നമുക്കത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നല്ല കാര്യമായി. പിന്നെ പ്ലാസ്റ്റിക്സ് ക്വാളിറ്റിയൊക്കെ നെക്സോണിൻ്റെ പോലെയൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഉറപ്പായിട്ടും അടുത്ത ഫേസ് ലിഫ്റ്റിൽ ഇതെല്ലാം മാറും. ഇത് ഒരു ലെതർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, വളരെ സോഫ്റ്റ് ടച്ചാണ്. ഹാൻഡിലൊക്കെ പഴയ സാധനം തന്നെയാണ്. സ്വിച്ചും എല്ലാം പഴയത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എല്ലാം വളരെ ബേസിക്കാണ്. ഇവിടെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കഷ്ടിച്ച് വെക്കാൻ പറ്റും. 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ 2 വെക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യം ഇറങ്ങിയ കേവിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടെ വീലിൻ്റെ ഇവിടുന്ന് ചെളി അടിച്ച് തെറിച്ച് ഈ ഒരു പോർഷനിലേക്ക് കയറുന്നതായിട്ട്. ഇപ്പോൾ അവർ അതിനൊരു അപ്ഡേഷനായിട്ട് ഇവിടെ ഒരു റബ്ബറിൻ്റെ സ്ട്രിപ്പ് പോലെ ടോപ്പ് ടു ബോട്ടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറിലും ഇവിടെ ഒരു റബ്ബറിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഡോറ് ക്ലോസ് ആവുമ്പോൾ ഇവിടുന്ന് അകത്തേക്ക് ചെളി തെറിക്കാനുള്ള സാധ്യതകൾ അവർ ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും അകത്തുള്ള വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കർവ് EVയുടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ നല്ല റിലാക്സ്ഡ് ആണ്, ഓപ്പണായിട്ട് പറയാമല്ലോ. ഞാൻ ആക്ച്വലി നല്ല കംഫർട്ടബിളാണ്. എസ്പെഷ്യലി എനിക്ക് എൻ്റെ ബാക്കിലെ സീറ്റിൻ്റെയും ഫ്രണ്ടിലെ സീറ്റിൻ്റെയും ആ ഒരു സീറ്റിൻ്റെ താഴെ ആ സപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന, തൈ സപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഇത് ഒരുപാട് അങ്ങനെ വലിയൊരു അഡീഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കണ്ണുകൊണ്ട് കാണുമ്പോൾ. പക്ഷേ എത്രത്തോളം നമുക്കൊരു അണ്ടർ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. ഞാൻ ആക്ച്വലി ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റിക്ലൈനിങ് ആംഗിൾ ഉണ്ട്, നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റ് ഉണ്ട്, ബാക്കിന് നല്ല സപ്പോർട്ടുണ്ട്, ലോവർ ബാക്കിന് പ്രത്യേകിച്ച്. ഈ ഒരു ബ്ലൈൻഡ് നമുക്ക് ഫ്രം ദ ഫാക്ടറി കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന സാധനമൊന്നും വെക്കണ്ട, സന്തോഷം. പിന്നെ എല്ലാ സീറ്റിലും ഗ്രാബ് ഹാൻഡിലുണ്ട്, LED ലൈറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട്, 2 സൈഡിലുണ്ട് കേട്ടോ. ഇവിടെയുണ്ട് ഗ്രാബ് ഹാൻഡിലുണ്ട്. പിന്നെ പാനറോമിക് സൺറൂഫ് ആയതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു എയറി ഫീലിംഗ് ക്യാബിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ സെൻട്രൽ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല, പക്ഷെ ഒരു മിഡിൽ ആംറസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ പാസഞ്ചർക്ക് ഹെഡ് റെസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ, ഒരു പ്രോപ്പർ 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബക്കിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, സെൻട്രൽ പാസഞ്ചറിന് ഞാൻ നടുവിലിരുന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ സെൻട്രലിലെ സീറ്റിൽ ഇരിക്കുമ്പോഴേ ടിപ്പിക്കൽ സെൻട്രൽ പാസഞ്ചറിൻ്റെ സീറ്റിനുണ്ടാകുന്നൊരു പ്രോബ്ലം തന്നെയാണ്. 2 സൈഡിലെ സീറ്റിനെ അപേക്ഷിച്ച് ഒരു 1 ഇഞ്ച് മേളിലായിരിക്കും. സെൻട്രലിലെ സീറ്റ് ഒരു ഇച്ചിരി പൊന്തിയിട്ടായിരിക്കും. ചാരുന്ന പോർഷനിൽ ഇപ്പം നമ്മൾ കൈ വെക്കുന്ന ആംറസ്റ്റ് മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ബാക്കിൽ ആരും ഇങ്ങനെ തള്ളുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അത് ഒരു 90% വണ്ടികളുടെയും ബാക്കിലെ സെൻട്രൽ സീറ്റിൻ്റെ ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വളരെ ചുരുക്കം വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ ഈ ബാക്കിലെ സെൻട്രൽ സീറ്റ് നെയിൽ ചെയ്തിരിക്കുന്നത്. ഇത് അൺകംഫർട്ടബിൾ എന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല, പക്ഷെ 2 സൈഡിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു കംഫർട്ട് കുറവുണ്ട് സെൻട്രലിരിക്കാൻ. കേവ് EVയുടെ ഫ്രണ്ടിലെ സെൻട്രൽ ആംറസ്റ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് 2 AC വെൻസ് കാണാം ബാക്കിലേക്ക് വേണ്ടിയിട്ട്. അതിന് താഴെയായിട്ട് ഒരു 45 വാട്ട്സിൻ്റെ USB Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് നല്ല ടച്ചാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, സാധാരണ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ ഈ പോക്കറ്റ്സ് ഉണ്ടാവും, മാഗസിൻ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ 2 സീറ്റിൻ്റെ ബാക്കിലും സീറ്റ് ബാക്ക് പോക്കറ്റ്സ്
ടാറ്റ കൊടുത്തിട്ടില്ല ഫോർ സം റീസൺ. കർവ് ഇവിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ADAS ലെവൽ 2ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് 20 ഫീച്ചേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ഉണ്ട്, 5 സ്റ്റാർ BNCAP റേറ്റിംഗ് ഉണ്ട്. സേഫാണ്, ഏത് ആംഗിൾ നോക്കിയാലും സേഫ് ആയിട്ടുള്ള വെഹിക്കിളാണ്. പിന്നെ നമുക്ക് കർവ് EVയിൽ 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസാണ് വരുന്നത്. ഒന്ന് ബേസ് മോഡലിൽ 45 kWh ബാറ്ററിയാണ്, പ്രിസ്മാറ്റിക് സെൽസ് ആണ്. ടോപ്പ് എൻഡ് മോഡൽ 55 kWh ബാറ്ററിയാണ്, അതും പ്രിസ്മാറ്റിക് സെൽസ് തന്നെയാണ്. ബേസ് വേരിയൻറ്റ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു 320 തൊട്ട് 350 കിലോമീറ്റർ വരെ റേഞ്ച് എക്സ്പെക്ട് ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ARI ഫിഗേഴ്സൊക്കെ വലിയ വലിയ ഫിഗേഴ്സ് ആയിരിക്കും, അതൊന്നും നമ്പണ്ട. പിന്നെ 55 kWh ഇപ്പം നമ്മൾ ഈ കണ്ട മോഡൽ, ഇതിപ്പോൾ എംപവേർഡ് പ്ലസ് എംപവേർഡ് എക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇതിന് മുകളിൽ ഒരു വേരിയൻറ്റും കൂടെ ഉള്ള ഡാർക്ക് എഡിഷനാണ്. അപ്പം ഈ 55 kWh ബാറ്ററി വരുന്ന മോഡൽ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ട് 420-430 കിലോമീറ്റർ മാക്സിമം കിട്ടും നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ. എന്നാൽ ഒരു ആവറേജ് 380 to 400 കിലോമീറ്റേഴ്സ് കൂട്ടിയാൽ മതി. പിന്നെ 165 ഹോഴ്സ് പവർ ഉണ്ട്, 215 Nm ടോർക്കുണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. 0 to 100 ഒരു 8.5-8.6 സെക്കൻഡ്സ് കൊണ്ടൊക്കെ അടിച്ചു കയറും. നല്ല പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ടാറ്റയുടെ വെഹിക്കിൾസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആയി. അത് അടുത്തൊരു ഉടനെ തന്നെ മിക്കവാറും ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോരായ്മകളും നികത്താനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. കാരണം പുതിയ ടിയാഗോയിൽ വരെ സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഇത്രയും വില കൂടിയ ഈ വണ്ടിക്കകത്ത് അത് മാറിയില്ലെങ്കിൽ അത് ടാറ്റയ്ക്ക് തന്നെ ദോഷവും. എന്തായാലും ഡെഫിനറ്റായിട്ട് മാറും. പിന്നെ ഇനി ഇവൻ്റെ വാറണ്ടി പോളിസീസ് പറയാം. ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി, മോട്ടർ 8 years 1,60,000 കിലോമീറ്റേഴ്സ്, വെഹിക്കിൾ വാറണ്ടി 3 years ഇല്ലെങ്കിൽ 1,25,000 കിലോമീറ്റേഴ്സ് വാറണ്ടി സ്റ്റാൻഡേർഡാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അറിഞ്ഞത്, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ആദ്യം കർവ് EV മേടിച്ചവർക്ക് ബാറ്ററി വാറണ്ടി 8 years 1,60,000 കിലോമീറ്റേഴ്സ് ആയിരുന്നു വാങ്ങിയ സമയത്ത്. അതിനുശേഷം ടാറ്റ എടുത്ത എല്ലാ ഓണേഴ്സിനും എല്ലാ യൂസേഴ്സിനും കോംപ്ലിമെൻ്ററി ആയിട്ട് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ പേഴ്സണലി സ്പീക്കിംഗ് എൻ്റെ നെക്സോണിൽ ആ ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്ക് ഓട്ടം ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ആദ്യം കർവ് എടുത്ത ഓണേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാൻ ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ടാറ്റ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു എല്ലാവർക്കും. അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. കർവിൻ്റെ ബാറ്ററി പാക്ക് പറഞ്ഞു, റേഞ്ച് പറഞ്ഞു, ബാക്കി ഫിഗേഴ്സ് എല്ലാം പറഞ്ഞു. പക്ഷേ ചാർജിങ് സ്പീഡ് പറയാൻ വിട്ടുപോയി. 70 kW വരെ നമുക്ക് കർവിന് റിസീവിങ് കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു 100ൻ്റെ ചാർജറിൽ കുത്തിയിട്ട് 70 കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെന്ന് വണ്ടിക്കും ചാർജറിനും തോന്നിക്കഴിഞ്ഞാൽ അപ് ടു 70 kW വരെ പീക്ക് വിടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 50-55 kW ഇല്ല ഒരു 60 kW വരെയൊക്കെ സ്പീഡ് ബാറ്ററിക്ക് റിസീവ് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 to 85-90% ഒരു 40 minutes കൊണ്ടൊക്കെ ചാർജ് കയറി തീരും. അത് നല്ലൊരു സ്പീഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ എടപ്പള്ളിയിലുള്ള ടാറ്റ.EV സ്റ്റോർ, ലെക്സോൺ ടാറ്റയുടെ എക്സ്ക്ലൂസീവ് EV സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പതിവ് വിട്ട് വിളിച്ച് പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഞാൻ ഇന്ന് വേറൊരു കാര്യത്തിന് വന്നതാണ്, അപ്പോൾ അത് നടന്നില്ല. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചു, നേരെ വിളിച്ചപ്പോഴത്തേക്ക് എന്നെ കർവ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് സാറേ, ഇപ്പോൾ ഒരു എടുക്കാമെന്ന് പറഞ്ഞു. എപ്പോഴത്തെ പോലെ തന്നെ ടാറ്റ നമുക്ക് ഇന്ന് വരെ ഒരിക്കലും ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ടാറ്റ കർവിൻ്റെ ഇന്നത്തെ വീഡിയോ. കർവിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഞാൻ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. നമ്മുടെ നാട്ടിൽ അധികം അങ്ങോട്ട് ഫേമസ് ആവാത്ത ടൈപ്പ് ഒരു ബോഡി സ്റ്റൈലും കൂടെ ആയതുകൊണ്ട്, ഒരു കൂപ്പ SUV എന്ന് പറഞ്ഞ ബോഡി സ്റ്റൈലും കൂടെ ആയതുകൊണ്ട്, ഇഫ് ടേക്കൺ ഇൻ ദ റൈറ്റ് കളർ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരു ബ്ലാക്കിലോ ഇല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡിലോ ഒക്കെ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു സ്പോയിലർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. നമ്മളെ ഒരു പുതിയ വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വീഡിയോ കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു പർച്ചേസ് ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കീപ് സപ്പോർട്ടിങ്. ഓണസ്റ്റ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. An all new episode of ഇത് എങ്ങനെയാടാ ഇത് കറക്റ്റ് ചെയ്തിട്ട് റിങ് അടിക്കുന്ന ഫ്രണ്ട് 360 ക്യാമറയുടെ
ക്യാമറ യൂണിറ്റ് നമുക്ക് കാണാം. അണ്ടർ തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ടാറ്റ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും വേണ്ട.